പണ്ടത്തെ കാലമൊന്നുമല്ല. മാപ്രകളുടെ തട്ടിപ്പ് പരിപാടി ഇറക്കിയാൽ നാട്ടുകാർ അത് ഷൂട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലിടും. ഇന്നലെ ഏഷ്യാനെറ്റ് മാപ്രയുടെ ലൈവാണ് കൺവെൻഷനെക്കുറിച്ച്, ഇടതുപക്ഷ കൺവെൻഷനെക്കുറിച്ച് വഴിവക്കിൽ പോയി നിന്ന് നുണ തട്ടി വിടുകയാണ്. ആ നുണ തട്ടിവിട്ടത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ലൈവും കാണിച്ച് തെരുവോരത്ത് പോയി നിന്ന് നുണ തട്ടിവിടുന്നതിൻ്റെ ദൃശ്യം ഒന്ന് നോക്കിയേ. ഈ കാണുന്ന ആളല്ലേ അവിടെ അതല്ലേ കേട്ടോ മൂപ്പി പറഞ്ഞ കേക്കില്ല ഇതിലെന്ന് പറയുന്നത്. കണ്ടില്ലേ, എവിടെയോ നടന്നൊരു കൺവെൻഷൻ. ആ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് അവന് ആ സ്പോട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇടതുപക്ഷത്തിൻ്റേതാണെങ്കിൽ പിന്നെ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല, നിനക്ക് വായി തോന്നുന്നത് എവിടെയെങ്കിലും നിന്നൊന്ന് വിളിച്ചു പറയണം. അതാണ് വിനു വി ജോണിൻ്റെ ഉപദേശം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റോഡിൻ്റെ വക്കിൽ വന്ന് നിന്ന് സ്റ്റുഡിയോയ്ക്കകത്തല്ല, ഞങ്ങൾ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട സ്ഥലത്താണെന്ന് തോന്നിക്കുന്ന രീതിയിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് പുറകിലൂടെ വാഹനമൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുന്ന ശ്രോതാക്കൾ കരുതും ആ പ്രദേശത്ത് എവിടെയാണ്, ഇത് സ്റ്റുഡിയോയ്ക്കകത്തല്ല എന്നുള്ള കാര്യം. പക്ഷേ അവിടെയും അവർ കൃത്രിമത്വം കാണിക്കുകയാണ്. കണ്ടില്ലേ, മാപ്ര ആ കൺവെൻഷൻ നടക്കുന്ന പ്രദേശത്തേ പോയിട്ടില്ല, പക്ഷേ അവൻ്റെ ഉള്ളിലെ കുറേയേറെ ഭാവനകൾ നിറച്ചു വെച്ചിട്ടുണ്ട്. അതങ്ങ് തട്ടിവിടുക, ആൾക്കാരത് കേൾക്കുന്നുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കുക. ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ജനം മനസ്സിലാക്കി എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ ദൃശ്യം. ഈ കാണുന്ന ആളല്ലേ അവിടെ അതല്ലേ കേട്ടോ മൂപ്പി പറഞ്ഞ കേക്കില്ല ഇതിലെന്ന് പറയുന്നത്. പഴയ പോലെയുള്ള ഒരു തട്ടിപ്പും നടത്താമെന്നൊന്നും മാപ്രകൾ കരുതണ്ട. ഏഷ്യാനെറ്റിൻ്റെ മാപ്രാക്കോലിലെ ആ ലോഗോ കണ്ടിട്ട് അവർ ഫോണിൽ ചെക്ക് ചെയ്തപ്പോൾ അത് യൂട്യൂബിൽ ലൈവ് വരികയാണ്. ആ ലൈവ് വരുന്നത് കൺവെൻഷനെ കുറിച്ചല്ല, വഴിവക്കിൽ നിന്നുകൊണ്ട് തട്ടിവിടുന്നതാണെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ആ ഫോണിലുള്ള ലൈവും ഒപ്പം മാപ്ര തെരുവിൻ്റെ സൈഡിൽ നിന്ന് കൺവെൻഷൻ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ നിലമ്പൂരിനെ സംബന്ധിച്ച് വിദഗ്ധ വിലയിരുത്തൽ നടത്തുന്നത് എങ്ങനെയെന്ന് നാട്ടുകാർ കണ്ട് മനസ്സിലാക്കണം. ഇതൊക്കെയാണ് ഇവരുടെ റിപ്പോർട്ടിംഗ് ശൈലി. അതായത് സ്റ്റുഡിയോയിലല്ല, പുറത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നൽ വരുമ്പോൾ ഇവർ സ്പോട്ടിലുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിക്കോട്ടെ, നാച്ചുറൽ ആംബിയൻസ് ഉണ്ടായിക്കോട്ടെ. നാച്ചുറൽ ആംബിയൻസ് എന്ന് വെച്ചാൽ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം കൂടി ആകുമ്പോൾ ആൾക്കാർ കരുതും ഇവർ നിലമ്പൂരിൽ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെയൊന്നുമല്ല. നിങ്ങളെ കണ്ണിപ്പൊടിയിട്ട് മുതലാളിക്ക് വാർത്താ കച്ചവടം നടത്തി പണം ഉണ്ടാക്കാനായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തട്ടിവിടാനായിട്ട് ആ പ്രദേശത്തെങ്ങും പോകാതെ ഏതെങ്കിലും ആളൊഴിഞ്ഞൊരു സ്പോട്ടിൽ നിന്ന് തട്ടിവിടുകയാണ് പതിവെന്ന് ആ ദൃശ്യം തെളിയിക്കുന്നുണ്ട്. ഈ കാണുന്ന ആളല്ലേ അവിടെ അതല്ലേ കേട്ടോ മൂപ്പി പറഞ്ഞ കേക്കില്ല ഇതിലെന്ന് പറയുന്നത്.